ഹലോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ലൊരു അടിപൊളി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തിട്ടൊക്കെ അതിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സബോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടിയിട്ട് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇതെന്താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഫോൺ മാത്രം പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുതരും. നമ്മളിത് ബീഫിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പകുതി ഉള്ളിയും ചതച്ച് വെച്ചതിൻ്റെ പകുതിയും കൂടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടിട്ട് നല്ലോണം ഞെരടി പിടിപ്പിച്ച് ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ വേവുന്നത്ര വിസിലടുപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ടൊരു ചീഞ്ചട്ടി വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ബാക്കിയിരുന്ന സബോളയും നമുക്ക് ആവശ്യത്തിന് എത്ര തേങ്ങാക്കൊത്ത് വേണമെന്ന് വെച്ചാൽ അത്രയും തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് സോട്ടായി കറുത്ത കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വാടി അത്യാവശ്യം നല്ലോണം വാടി വരുന്നത് വരെ സോട്ട് ചെയ്തെടുക്കുക. കറിവേപ്പില ഇടുക. അതൊന്ന് ഈ ഒരു ലെവലിലായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മളിത് ചതച്ച് വെച്ച ബാക്കി ഉണ്ടായിരുന്ന ഒരു പേസ്റ്റ് ഇല്ലേ, അതും കൂടി അതിനകത്തേക്ക് ഇട്ട് അതും നല്ലോണം മൂത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടണ്ട, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി നമ്മൾ ഈ വേവിച്ച് വെച്ച നമ്മുടെ ബീഫും കൂടി അതിനകത്തേക്ക് ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കി എടുക്കുക. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ പറയണ്ട, അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.